ചെന്നൈയും ഹൈദരാബാദുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ചെന്നൈ കളി തോറ്റിരിക്കുകയാണ്. 180 റൺസാണ് ചെന്നൈ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ ഹൈദരാബാദ് ജയിച്ചിരിക്കുകയാണ്. ചെന്നൈക്ക് ഇന്ന് കളി ജയിച്ചെങ്കിൽ ഈസിയായിട്ട് പ്ലേ ഓഫിൽ എത്താമായിരുന്നു. ചെന്നൈ ഇപ്പോൾ തോറ്റപ്പോൾ വലിയ മാറ്റങ്ങളാണ് പോയിന്റ് ടേബിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈക്ക് ഇന്ന് 200 മുകളിൽ റൺസ് ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ജയിക്കാമായിരുന്നു. ഹൈദരാബാദ് അത്ര വലിയ ടീമല്ലായിരുന്നു. പക്ഷേ ചെന്നൈക്ക് ബാറ്റിങ്ങിലാണ് പിഴച്ചത്. നിലവിൽ പോയിന്റ് ടേബിൾ നോക്കിയാൽ പുറത്തായ ടീമുകൾ ലക്നൗ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഈ ടീമുകളാണ്. രാജസ്ഥാനും CSK ടീമിനുമാണ് പ്ലേ ഓഫിലെത്താൻ അവസരമുള്ളത്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് RCB ഉണ്ട്. 18 പോയിന്റാണ് RCBക്ക്. അവരെ ഒഫീഷ്യലായിട്ട് തന്നെ പ്ലേ ഓഫിൽ കയറി. അതുകൊണ്ട് RCBയെ മാറ്റി നിർത്താം. ഇനി ബാക്കി 3 സ്ലോട്ടുണ്ട്. ഇതിനു വേണ്ടി മത്സരിക്കുന്നത് രാജസ്ഥാൻ, ഹൈദരാബാദ്, ഗുജറാത്താണ്. നിലവിൽ 2-3 സ്ഥാനങ്ങളിൽ ഗുജറാത്തും ഹൈദരാബാദും ഉണ്ട്. രണ്ട് ടീമിനും 16 പോയിന്റാണ്. ഇനി ബാക്കി ആരായിരിക്കും നാലാമതെത്തുന്നതെന്നാണ് എല്ലാവരും നോക്കുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് രാജസ്ഥാനാണ്. അവർക്കിനി 2 മാച്ച് ബാക്കിയുണ്ട്. ആ രണ്ടെണ്ണത്തിൽ ജയിച്ചാൽ 16 പോയിന്റ് രാജസ്ഥാനെ നേടാൻ സാധിക്കും. അവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. ബാക്കി ഒരു ടീമിനും ഇനി പ്ലേ ഓഫിലെത്താൻ 16 പോയിന്റ് കിട്ടില്ല. CSK ജയിച്ചെങ്കിൽ ചെന്നൈക്ക് 16 പോയിന്റ് നേടാൻ സാധിച്ചേനെ. ഇനി ചെന്നൈക്ക് ഒരേ ഒരു കളി മാത്രമേ ബാക്കിയുള്ളൂ. അത് ജയിച്ചാൽ 14 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. 14 പോയിന്റ് വെച്ച് പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാഗ്യം കൊണ്ട് മാത്രമേ അത് സംഭവിക്കൂ. കൂടുതലും അടുത്ത മത്സരങ്ങളിൽ രാജസ്ഥാൻ ജയിച്ചാൽ അവരായിരിക്കും പ്ലേ ഓഫിൽ കടക്കാൻ പോകുന്നത്. നിലവിൽ ഏകദേശം പ്ലേ ഓഫ് ടീമുകൾ ധാരണയായിരിക്കുകയാണ്. RCB, ഗുജറാത്ത്, ഹൈദരാബാദ്, രാജസ്ഥാൻ ഇവരായിരിക്കും പ്ലേ ഓഫിൽ എത്താൻ പോകുന്നത്. ഇനി രാജസ്ഥാൻ അടുത്ത മാച്ചിൽ തോറ്റാൽ അത് CSK ടീമിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.